LDF വിട്ടു എന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനത് തിരുത്താൻ നിൽക്കുകയാണ്. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇനി അങ്ങനെ എന്താ പറയുക സംസാരത്തിനിടയിൽ അങ്ങനെ പറഞ്ഞോ എന്നറിയില്ല. ഞാൻ LDF വിട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ല, വായുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോന്നില്ല. നിങ്ങൾ പരിശോധിക്കും, നിങ്ങൾക്കറിയാം, എനിക്ക് ഓർമ്മയില്ല. ഞാൻ LDFിലെ പാർലമെന്ററി പാർട്ടിയിലല്ല, നിങ്ങൾ പുറത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടുന്നവരെ ഞാൻ LDF പാർലമെന്ററി പാർട്ടിയിലാണ്. പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുമോ നിങ്ങൾ ചോദിച്ചു, ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലാണ് ഈ പാർട്ടിയും ഈ സംവിധാനവും ഈ LDFും പോകുന്നതെങ്കിൽ 2026 ഇനി തെരഞ്ഞെടുപ്പല്ലേ മനസ്സിലായി. ആ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികളുണ്ടാവും. 20-25 സീറ്റിന് മേലെ LDFിന് ജയിക്കാൻ കഴിയില്ല. ഇതാണ് ഈ സംവിധാനം ഇവിടെ തുടരണമെങ്കിൽ. ഈ അപകീർത്തിയെ ക്ലീൻ ചെയ്ത് ഇത് ശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും LDF നേതൃത്വത്തിനുണ്ട്. CPI നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചല്ലോ. ഇപ്പം എന്താണ് ആ സാധുക്കൾ ഉണ്ടാത്തത്? എന്താ അവർ പിന്മാറിയത്? അങ്ങനെയാണോ ഒരു 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 കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ എന്താ നിലപാട് സ്വീകരിക്കാത്തത്? അത് എനിക്കത് പറയാൻ കഴിയില്ല. ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയം വസ്തുതാപരമാണെന്നും ആ വിഷയത്തിൽ സത്യസന്ധത ഉണ്ട് എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.